ഈ ക്വാറിയിൽ നിന്നുള്ള ജലം, മലിനജലം മറ്റ് സ്ഥലങ്ങളിലേക്ക്, ജലസ്രോതസ്സുകളിലേക്ക് കലരുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. മാതൃഭൂമി ന്യൂസിന് ലഭ്യമായ ദൃശ്യങ്ങളാണിത്. വളരെ ശുദ്ധമായി ഒഴുകുന്ന ജലസ്രോതസ്സിലേക്ക് ഈ ക്വാറിയിൽ നിന്നുള്ള അഴുക്ക് ജലം വന്ന് ഒഴുകി ആ ജലത്തിന് നിറവ്യത്യാസമുള്ളത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചിട്ടുണ്ട്, പരാതിയായി നൽകിയിട്ടുമുണ്ട്, പലർക്കും പരാതിയായി നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പരിശോധിച്ച ശേഷം അതിൽ കഴമ്പില്ല എന്ന് കണ്ട് തള്ളുകയാണോ ചെയ്തിട്ടുള്ളത് എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇത്രയധികം പരാതി പലപ്പോഴായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടിയൊന്നും ഉണ്ടായില്ല, എന്തുകൊണ്ടാണ് അനുമതിയോടുകൂടി ക്വാറി വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അഭിലാൽ തുടരുന്ന വിവരങ്ങളുമായി. അഭിലാൽ, നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ച ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും ഈ പാറക്വാറിയിൽ നിന്ന് ഒഴുകുന്ന മലിനജലം സാധാരണ ശുദ്ധജലം ഒഴുകുന്ന ജലസ്രോതസ്സുമായി ചേർന്ന് മലിനമായി മുന്നോട്ട് പോകുന്നത് കാണാം. ഈ കാര്യങ്ങൾ നാട്ടുകാർ പലതവണ പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനൊന്നും ഒരു കഴമ്പില്ലാതായി പോയിട്ടുണ്ടോ? അതിലെന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ പഠനമോ ജില്ലാ ഭരണകൂടമോ പരിസ്ഥിതി വകുപ്പോ അടക്കം നടത്തിയിട്ടുണ്ടോ? പരാതി ലഭ്യമായിട്ടുണ്ടെന്നും മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പരാതി ഉയർന്നതെന്നുമാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളുണ്ടായി. പക്ഷേ പരാതി അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് തനിക്ക് ലഭിച്ചതെന്നാണ് എസ് പ്രേംകൃഷ്ണൻ വിശദീകരിച്ചത്. അതേസമയം തന്നെ ഈ ദൌത്യം ആരംഭിക്കുന്ന അല്പം മുൻപും പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിച്ചത് പരാതികൾ പല കുറി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പല കോണുകളിലും അത് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിച്ചിരുന്നു. അതിന് അനുബന്ധം അതുമായി ചേർത്ത് വയ്ക്കുന്ന ചില ദൃശ്യങ്ങൾ, ചില സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ പാറക്കുറി പ്രവർത്തിക്കുന്ന, പാറമട പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് ഒഴുകുന്ന മലിനജലം, അതായത് പാറയുടെ പൊടിയും അവശിഷ്ടങ്ങളും കൂടി കലർന്ന് നിറം മാറി ഒഴുകുന്ന ഒരു ജലസ്രോതസ് പയ്യനാമൺ തോട്ടിലേക്ക് ചേർന്ന് ശുദ്ധജലം ഒഴുകുന്ന, തെളിനീരൊഴുകുന്ന ആ മേഖലയിലെ വെള്ളത്തെ കൂടി മലിനപ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രദേശവാസികളുമായി സംസാരിച്ചത് ജിബിനാണ്. ജിബിൻ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ് എന്നുള്ള ഒരു പഠന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അത് വിശദമായി അന്വേഷിച്ച ശേഷം ഇവിടെ ഒരു പാരിസ്ഥിതിക പ്രശ്നമുള്ള മേഖലയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത് പത്രങ്ങളിലൊക്കെ അന്ന് ആ സമയത്ത് വന്നതുമാണ്. പക്ഷേ എന്തുകൊണ്ട് പരിസ്ഥിതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ നടപടി എടുക്കുന്നില്ല? പരിസ്ഥിതി വകുപ്പ് ഇവിടെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. അത് അവർ സാക്ഷ്യപ്പെടുത്തുന്ന പത്രകട്ടിങ്ങളോ ഓർഡറുകളോ ഒക്കെ നമുക്ക് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും അവർ ഒരു ആശങ്കയായി പറയുന്നത് ഇവിടെ ശുദ്ധജല ദൗർലഭ്യമാണ് അവർ പ്രധാനമായും ഇവിടെ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇതേ കാര്യമാണ്. ഇവർക്ക് കുടിക്കാനായി ശുദ്ധജലം ഇവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഒഴുകി പോകുന്ന മലിനജലം കാരണം അവർക്ക് അവിടുത്തെ ജലസ്രോതസ്സിൽ നിന്ന് ശുദ്ധമായ കുടിവെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവർ കന്യാസുകളിലാണ് ഇവർക്ക് വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പലതവണ അവർ പരാതി നൽകിയിട്ടും ഈ പറഞ്ഞ കളക്ടറിന്റെ മുൻപാകെ പോലും ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ കളക്ടറിന്റെ ഭാഗത്തുനിന്ന് പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ മുമ്പ് വെച്ചാണ് രാവിലെ കളക്ടർ ഏകദേശം ഒരു 7:30 മണിയോടുകൂടി കളക്ടർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ഈ പാറക്കോറയെ സംബന്ധിച്ച് മറ്റു പരാതികളൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന്. മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയല്ലാതെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളോ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് പരാതി ലഭിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ അതേസമയം തന്നെയാണ് ഈ അവിടെ ഉണ്ടായിരുന്നു സമീപവാസികൾ മാധ്യമങ്ങളോട് സംസാരിച്ച് അവരുടെ കയ്യിലുള്ള അവർ നൽകിയ പരാതിയുടെ പകർപ്പോലും അവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അവർ പലതവണ കളക്ടറിന് ഉൾപ്പെടെ പല പരാതി നൽകിയാണ്. പക്ഷേ ഇതുവരെ അവരുടെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പരാതി സംബന്ധിച്ച് ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടോ കളക്ടർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് അവർ നേരത്തെ വ്യക്തമാക്കിയത്. ഇടുക്കി, അതോടൊപ്പം തന്നെ പാലക്കാട്, മുതലമട എന്നതിന് സമാനമായി തന്നെ കേരളത്തിൽ നല്ലൊരു ശതമാനം കോടികൾ പ്രവർത്തിക്കുന്ന ജില്ല കൂടിയാണ് പത്തനംതിട്ട. പ്രത്യേകിച്ച് കോന്നി, കലഞ്ഞൂർ വില്ലേജ് പരിധിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ കലഞ്ഞൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാറികൾ പ്രവർത്തിക്കുന്ന മേഖല. ഇവിടെ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനടക്കം പാറയുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിട്ടുള്ള മേഖലയാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപം കൂടി പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലത്തടക്കം തന്നെ ക്വാറി ഉടമകൾ വലിയ തോതിലുള്ള ഫണ്ടുകൾ കൈമാറുന്നു. അതേ തുടർന്ന് അന്വേഷണങ്ങൾ അവിടേക്ക് എത്തുന്നില്ല. പരിധിയിലധികം പാറകൾ പൊട്ടിച്ചു നീക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ മേഖലകളിലേക്ക് കൈയേറി പൊട്ടിക്കൽ നടക്കുന്നു. ഇതിന്റെ ലൈസൻസ് നൽകുമ്പോൾ പ്രധാനപ്പെട്ട
മാർഗനിർദ്ദേശങ്ങളായി വരുന്നത് ഓരോ ദിവസവും പൊട്ടിക്കുന്നതിന് അല്ലെങ്കിൽ പൊട്ടിച്ചു മാറ്റുന്ന പാറകളുടെ ഒരു അളവുണ്ട്. മുന്നിൽ ഗേറ്റും പ്രത്യേക ഒരു വഴിയൊക്കെ ഉണ്ടാക്കി ഒരു ഗേറ്റ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു പ്രദേശവാസി എന്തോ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് ആ ഘട്ടത്തിൽ എനിക്ക് വ്യക്തമായിരുന്നില്ല. അഭിലാൽ, എന്തായിരുന്നു ആ പ്രദേശവാസി പറഞ്ഞത്? ഒരുപക്ഷെ ജിബിന് അതേപ്പറ്റി അറിയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഈ ഗേറ്റ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിക്ക് മുതിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ ക്വാറിയുടെ പുറത്തൊരു വലിയ ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ ഗേറ്റിന്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർത്തിയ ആളുകൾക്കെതിരെ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ആക്ഷേപം വന്നിരുന്നു. ഈ ഇവിടുത്തെ സംബന്ധിച്ച്, അതായത് ഇവിടെ പ്രദേശത്തേക്ക് കയറുന്നതിന് ഒരു ഗേറ്റ് സമർപ്പിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇവർ ആക്ഷേപം ഉന്നയിക്കുക, അന്ന് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പരാതി കൊടുത്ത നാട്ടുകാർക്കെതിരെ പോലും നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരെ പലതവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതായത് ഇങ്ങോട്ടേക്ക് ഗേറ്റ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നു. അത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, രാഷ്ട്രീയ നേതാക്കന്മാരെ അവർ കണ്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഉണ്ടായത് അവർക്ക്, അതായത് പ്രതിഷേധം അറിയിച്ചവർക്കെതിരെ ഒരു പോലീസ് നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർ പറയുന്നത് 2004 മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. കാരണം ഇവിടെ നിന്ന് ഈ മലിനജലം ഒഴുകുന്നതാണ് നാട്ടുകാർക്ക് ഏറെ പ്രശ്നമായി അവർ പറയുന്നത്. പിന്നീട് ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു മേഖല, കാരണം ഇതിന്റെ അടിവാരത്തൊക്കെ ഒട്ടനവധി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. തിങ്ങി പാർക്കുന്ന ഒരു മേഖല കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടേക്കൊന്നും തന്നെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അവർ ആരെയാണ് ഇനി ആർക്ക്, അതായത് ഇവർക്കൊരു സംരക്ഷണം ഒരുക്കുന്നത് ആരാണ് എന്നുള്ള ഒരു കാര്യമാണ് അവർ എടുത്തിട്ട് പറയുന്നത്. കാരണം അവർ രാഷ്ട്രീയ പാർട്ടികളോടും ജനപ്രതിനിധികളോടും പ്രത്യേകിച്ച് കളക്ടറിനോട് പോലും അവരുടെ ഈ ഇവിടെ താമസിക്കുന്നവരുടെ വിഷയങ്ങൾ പലതവണ ഉന്നയിച്ചിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടി പോലും ഇതുവരെ